ഗുഡ് ഈവനിങ്. വെൽക്കം ടു ടെക്നിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ ഇലക്ട്രോണിക്സ് പഠിക്കുന്ന കുറച്ചധികം സ്റ്റുഡൻസ് ഉണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കിയോണ്ടാണ് എന്ത് ചെയ്തേക്കുന്നത് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. ഇലക്ട്രോണിക്സ് കുറച്ചധികം ഉണ്ട്, അതുകൊണ്ടാണ് ഇലക്ട്രോണിക്സിന്റെ വീഡിയോസിന് കുറച്ചധികം റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോണിക്സ് പഠിക്കുന്നവരെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി എന്ത് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് PWD ഇലക്ട്രോണിക്സിന്റെ നോട്ടിഫിക്കേഷൻ 2 ദിവസത്തിനുള്ളിൽ വരും അല്ലെ. കൃത്യമായിട്ട് പറഞ്ഞാൽ December 30 ഔട്ട് ആവുന്നുണ്ടാവും നോട്ടിഫിക്കേഷൻ. അപ്പോ കഴിഞ്ഞ പ്രാവശ്യം നടന്ന എക്സാമിന്റെ സിലബസും അതേപോലെ ഓരോരോ മൊഡ്യൂളിനും എത്ര മാർക്കാണ് ചോദിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അത് നമ്മളൊരു ടേബിൾ രൂപത്തിലൊക്കെ ആക്കിയിട്ടുണ്ട്. അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ടോപ്പിക് വൈസ് എത്രയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളും സിലബസ് എന്താണെന്നൊക്കെയാണ് നമ്മൾ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നത്. അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് സിലബസ് എന്താണെന്നില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്നിട്ട് എന്ത് നമുക്ക് ബാക്കിയുള്ള ഇതിലേക്ക് വരാം. ഓക്കെ ഓക്കെ അപ്പൊ നമ്മുടെ സിലബസ് ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് ഓവർസിയർ ഗ്രേഡ് 1 അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് PWDയിലേക്ക്. അപ്പം ഇതിൽ മൊത്തമായിട്ട് പറഞ്ഞ 4 മൊഡ്യൂളാണ് ഉള്ളത്. ഓക്കെ, 4 മൊഡ്യൂൾ ഉള്ളത്. ഓരോ മൊഡ്യൂളിലും എന്താ 25 മാർക്ക് വെച്ചിട്ടാണ് ഉള്ളത്. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഡിവൈസ് ആൻഡ് സർക്യൂട്ട്സ് അല്ലെങ്കിൽ EDC. അതിൽ ഡയോഡ്സ് പഠിക്കാനുണ്ട്, റെക്ടിഫയർ പഠിക്കാനുണ്ട്, ട്രാൻസിസ്റ്റർ പഠിക്കാനുണ്ട്, ഫെറ്റ് ഉണ്ട്, ഒപ്റ്റോ ഇലക്ട്രോണിക്സ് ഡിവൈസ് ആൻഡ് ഫേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഞാൻ താഴെ കമന്റ് ഇടാം. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സിലബസ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പൊ നിങ്ങൾ ഏതൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ, ഈ ഒരു സിലബസ് എന്ത് ചെയ്യുക, പ്രിന്റ് ഔട്ട് എടുക്കുക. എന്നിട്ട് എന്താ, നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന, ഏറ്റവും കൂടുതൽ നിങ്ങൾ നോക്കുന്ന സ്ഥലം ഉണ്ടാവുമല്ലോ, പഠിക്കുന്ന റൂമാണെങ്കിൽ പഠിക്കുന്ന റൂമിൽ നിങ്ങൾ ഇരിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്ത് വാളിൽ പേസ്റ്റ് ചെയ്യാം. കാരണം നിങ്ങൾ സിലബസ് അറിഞ്ഞിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒപ്പാം ഉണ്ട്, DAC ഉണ്ട്. അതാണ് ഫസ്റ്റ് മൊഡ്യൂൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ മൊഡ്യൂളാണ് ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ. അതിൽ നെറ്റ്വർക്ക്സ് ഉണ്ട്, അറ്റൻഡേറ്റർ ഉണ്ട്, ആന്റസ് പ്രൊപ്പഗേഷൻ ഉണ്ട്, മോഡുലേഷൻ ഉണ്ട്. അതെല്ലാം കൂടിയിട്ടാണ് 25 വർക്കുകൾ. FM ട്രാൻസ്മിറ്റേഴ്സ്, FM റിസീവേഴ്സ്, ഫേസ് മോഡുലേഷൻ, പൾസ് മോഡുലേഷൻ, മൈക്രോഫോൺസ്. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് പിന്നെ ഒരു വേറൊരു ഫാക്കൽറ്റി നെക്സ്റ്റ് നമുക്ക് ചെയ്യാം. മൈക്രോഫോൺസ്, ലൗഡ് സ്പീക്കേഴ്സ്, ഓഡിയോ റെക്കോർഡിംഗ്, റീപ്രൊഡക്ഷൻ, അതേപോലെ മോണോകോം ടെലിവിഷൻ, കളർ TV, റഡാർ, ടെലിഫോൺ സിസ്റ്റം, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ, ഡിജിറ്റൽ കോഡ്സ്, ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്സ്, അതേപോലെ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെയാണ് സെക്കൻഡ് മൊഡ്യൂൾ വന്നിരിക്കുന്നത്. പിന്നെ തേർഡ് മൊഡ്യൂൾ 25 മാർക്കിനാണുള്ളത്. അതിനാണ് സാറ്റലൈറ്റ് സിസ്റ്റം, കെപ്ലേഴ്സ് ലോസ്, അതേപോലെ ഓർബിറ്റ്സ്, ടൈപ്സ് കാര്യങ്ങളൊക്കെ. പിന്നെ നാലാമത്തെ മൊഡ്യൂൾ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. അത് കൂടാണ്ട് താഴെ ഡിസ്ക്ലൈമർ പോലെ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് മേ ബി നോട്ട് അപ്പാർട്ട് ഫ്രം ദ ടോപ്പിക്സ് ഡീറ്റെയിൽഡ് അബൌവ് ദ ക്വസ്റ്റ്യൻസ് ഫ്രം അതർ ടോപ്പിക്സ് പ്രിസ്ക്രൈബ് ഫോർ ദ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതായത് ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് വേണമെങ്കിൽ ഇതിന്റെ ക്വസ്റ്റ്യൻസ് വരാമെന്നുള്ള രീതിയിലാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ, സിലബസ് അനുസരിച്ച് തന്നെയാണ് PSC ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. സ്ട്രിക്റ്റ് ആയിട്ട് എന്താ അവരവർ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എന്താ ഓരോ മൊഡ്യൂളിൽ 25 മാർക്ക് വെച്ചിട്ടാണ് മാർക്ക് ഉണ്ടായത്. അപ്പൊ ടോട്ടൽ 4 മണിക്കൂർ 4 മൊഡ്യൂള് 4 × 25 100 മാർക്സിന്റെ ആയിരുന്നു ഉണ്ടായിരുന്നത്. 100 മാർക്ക് 90 മിനിറ്റ് ഡ്യൂറേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്താ, നമുക്ക് നമ്മുടെ മാർക്ക് വൈസ് സബ്ജക്ട് വൈസ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് നമുക്ക് പോവാം. അപ്പൊ ഇതാണ് എന്താ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന്റെ സബ്ജക്ട് വൈസ് ഡിസ്ട്രിബ്യൂഷൻ. ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ മൊഡ്യൂൾ ഇലക്ട്രോണിക്സ് ഡിവൈസ് ആൻഡ് സർക്യൂട്ട്സ് അല്ലെങ്കിൽ EDC. ഒന്നാമത്തെ മൊഡ്യൂൾ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡയോഡ്സിന് 3 മാർക്ക് വെച്ചിട്ടുണ്ട്, റെക്ടിഫയേഴ്സ്, ഫിൽറ്റേഴ്സിന് 3 മാർക്ക്, ട്രാൻസിസ്റ്റേഴ്സിന് 5 മാർക്ക്. മെയിനായിട്ട് ട്രാൻസിസ്റ്ററിന് 5, BJT ഒക്കെ കൂടുതലായിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഫെറ്റിന് 3 മാർക്ക്, അപ് ടു ഇലക്ട്രോൺ ഡിവൈസ് ആൻഡ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിന് 4 മാർക്ക്, ഒപ്പാമ്പിന് 5 മാർക്ക് ചോദിച്ചിട്ടുണ്ട്, DS 2 മാർക്ക്. അപ്പൊ ടോട്ടൽ 25 മാർക്കാണ് ഇതിന് ഫസ്റ്റ് മൊഡ്യൂളിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഇൻഡിക്കേഷൻ മാത്രമാണ്. ഇനി അടുത്ത പ്രാവശ്യം ഇതേപോലെ ചോദിക്കണം നിർബന്ധമില്ല. പക്ഷെ നിങ്ങൾ പഠിക്കുമ്പോൾ എന്താ ട്രാൻസിസ്റ്റേഴ്സും ഫെറ്റും അതേപോലെ ഒപ്പാമ്പൊക്കെ ഒന്ന് സ്ട്രെസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ പഠിക്കാം. ആ ഒരു ബേസിക് ആയിട്ടുള്ള ഡയോഡ്സും റെക്ടിഫയേഴ്സും ഫിൽറ്റേഴ്സും എന്ത് ചെയ്യാം, നിങ്ങൾ ഒഴിവാക്കാതെ പഠിക്കുക. റെക്ടിഫയേഴ്സിനും ഫിൽറ്റേഴ്സിനൊക്കെ എന്താണ് എപ്പോഴും എല്ലാ ഏരിയാസിനും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ എന്താ കുറച്ചധികം വാസ്റ്റ് ആയിട്ടുള്ള മൊഡ്യൂളാണ് ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ അല്ലെ. വാസ്റ്റ് ആയിട്ട് അവർ എന്താ ഒരു മൊഡ്യൂൾ തന്നെ ഡിഫറെന്റ് സബ് ഡിവിഷൻ പോലെ തന്നിട്ടുണ്ട്. പക്ഷെ അതിൽ എല്ലാത്തിനും എന്താ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. പറയുകയാണെങ്കിൽ നെറ്റ്വർക്കിന് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അറ്റിനേറ്ററിന് 5 മാർക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ആന്റാസ് പ്രൊപ്പഗേഷൻ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, മോഡുലേഷന്റെ 1 മാർക്ക് ക്വസ്റ്റ്യൻ, പിന്നെ FM അല്ലെങ്കിൽ FM ട്രാൻസ്മിറ്റേഴ്സ്, FM റിസീവേഴ്സ്, അതേപോലെ ഫേസ് മോഡുലേഷൻ ഒന്നും എന്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. ഇപ്രാവശ്യം ക്വസ്റ്റ്യൻസ് വന്നില്ല എന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യം ക്വസ്റ്റ്യൻ വരണം നിർബന്ധം, ക്വസ്റ്റ്യൻസ് വരാതിരിക്കാൻ നിർബന്ധമില്ല, ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. ഇത് ജസ്റ്റ് ഒരു ഇൻഡിക്കേഷൻ ആണ്. അതുപോലെ പൾസ് മോഡുലേഷൻ ക്വസ്റ്റ്യൻ വന്നില്ല. പിന്നെ മൈക്രോഫോൺസ്, ലൗഡ് സ്പീക്കേഴ്സ് എന്നൊക്കെ ഓരോ ക്വസ്റ്റ്യൻ ഈച്ച് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മോണോകോം ടെലിവിഷന് 2 ക്വസ്റ്റ്യൻ, റാർ TV ക്വസ്റ്റ്യൻ വന്നില്ല, റഡാറിന് 2 ക്വസ്റ്റ്യൻ, ടെലിഫോൺ സിസ്റ്റത്തിന് ക്വസ്റ്റ്യൻസ് വന്നില്ല. അപ്പൊ ടോട്ടൽ എത്ര, അതേപോലെ
കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് എന്ത് ചെയ്യാം ഒന്ന് വന്നിട്ടുണ്ട്. ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ 3 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഡിജിറ്റൽ കോഡ്സ് ഒന്ന്, ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്ക് ഒന്ന്, ഡാറ്റാ സെറ്റ്സ് ഇന്റർ കണക്ഷൻ ഒന്ന്, ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പൊ ടോട്ടൽ 25 മാർക്കിന്റെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്നും വന്നിട്ടുണ്ട്. രണ്ടാമത്തെ മൊഡ്യൂളിന്, അതായത് ഓരോ മൊഡ്യൂളിന്റെ ഓരോ സബ്ഡിവിഷൻ നില രീതിയിലാണ് ഫസ്റ്റ് മൊഡ്യൂളിനും സെക്കൻഡ് മൊഡ്യൂളിനും കൊടുത്തേക്കുന്നത്. പക്ഷെ തേർഡ് ഫോർത്തിൽ എന്താ അങ്ങനെ സബ്ഡിവിഷൻ തന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്താ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ല. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ 25 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്താ 25 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ 4 മൊഡ്യൂള് 4 × 25 100 മാർക്ക്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് എന്താ ഈ ഒരു സിലബസ് ഞാൻ താഴെ കമന്റിൽ പിൻ ചെയ്യാം. അത് നിങ്ങൾ എന്താ ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അവിടെ എന്താ പേസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ പഠിക്കുന്ന റൂം അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ എവിടെയാണ് സമയം സ്പെൻഡ് ചെയ്യുന്നത് അവിടെ എന്താ അതിന് നിങ്ങൾ കാണുന്ന രീതിയിൽ എന്താ വാളുള്ളത് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് പേസ്റ്റ് ചെയ്യാം. നിങ്ങളെ സിലബസ് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് റെഫറൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസും സർക്യൂട്ട്സിന്റെ എന്താ റോബർട്ട് ബോൾസ്റ്റഡിന്റെ നിങ്ങളുടെ പുസ്തകം നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടി പറ്റും. കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിനോ ജോർജ് കെനഡിയുടെ പുസ്തകം നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടി പറ്റും. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനോ ഡെന്നിസ് റോഡിയുടെ പുസ്തകം നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടി പറ്റും. മൊബൈൽ കമ്മ്യൂണിക്കേഷനോ ജോഷൻ ഷെല്ലറിന്റെ പുസ്തകം നിങ്ങൾക്ക് അവിടെ റെഫർ ചെയ്യാൻ വേണ്ടി പറ്റും. അത് ജസ്റ്റ് ഒരു ഇൻഡിക്കേഷൻ ആണ് പുസ്തകങ്ങൾ. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് എന്താ അത് അവൈലബിൾ ആയിട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ജസ്റ്റ് ഒരു എന്താ പറയുക പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്നുള്ള രീതിയിൽ ഏതൊക്കെ ഏരിയാസ് ആണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നെന്നുള്ള ജസ്റ്റ് ഇൻഡിക്കേഷൻ മാത്രമാണിത്. അപ്പൊ പിന്നെ അടുത്ത പ്രാവശ്യം ഈ ഒരു ഇത് തന്നെ ആവണം നിർബന്ധമില്ല. എന്നിരുന്നാലും എന്താ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് നിങ്ങൾ സ്ട്രെസ് ചെയ്തിട്ട് തന്നെ പഠിക്കുക. എല്ലാ ടോപ്പിക്കും എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടന്റ് തന്നെയാണ്. പക്ഷെ എന്താ എന്നിരുന്നാലും കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കൂടുതൽ വെയിറ്റേജ് കിട്ടിയ സബ്ജക്ട്സ് അല്ലെങ്കിൽ വെയിറ്റേജ് കിട്ടിയ ടോപ്പിക്സ് ഉള്ളൂ. അതൊന്നും കൂടി സ്ട്രെസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് ഇതിന്റെ പ്രീവിയസ് ഇയർ 2021 ലാസ്റ്റ് എക്സാം നടന്നേക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.